ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൽക്കാലം ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി സത്യം പറയുമോ എന്ന ഭയത്തിലാണ് തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈമാറിയത് ചെമ്പുപാളികളെന്ന് ദേവസ്വം ബോർഡ് രേഖകളിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു മൊഴി ദേവസ്വം വിജിലൻസിന് കിട്ടിയാൽ അന്വേഷണം പലതരത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മൊഴി എടുപ്പ് വേണ്ടെന്ന് വെച്ചു. ശബരിമലയിൽ വമ്പൻ അട്ടിമറികൾ നടന്നു എന്നതിന് തെളിവാണിത്. പല ഉന്നതരെയും രക്ഷിക്കാനാണ് ശ്രമം. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ അടുത്ത തീരുമാനം നിർണായകമാകും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വന്നു കഴിഞ്ഞു. ചെമ്പെന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡാണ്, രേഖകളിലും ചെമ്പാണ്. സ്വർണം നഷ്ടമായത് കൊണ്ടാകാം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത്. എല്ലാം കോടതിയിൽ പറയുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. സ്വർണം നഷ്ടമായത് കൊണ്ടാകാം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത്. ബംഗളൂരു വ്യവസായി വിനീത് ജെയിൻ സുഹൃത്താണ്. സ്വർണ്ണപ്പാളി പ്രദർശന വസ്തുവാക്കിയിട്ടില്ല, പീഠം കാണാതായെന്ന് പരാതി പറഞ്ഞിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഈ മൊഴിയാണ് വിജിലൻസിനും നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കരുതി വച്ചത്. ഇത് കിട്ടിയാൽ തുടരന്വേഷണം ബോർഡിലേക്ക് നടത്തേണ്ടി വരും. ഇതുകൊണ്ടാണ് മൊഴിയെടുക്കാത്തത്. പീഠത്തിന് നിറം മങ്ങലുണ്ടെന്ന് പറഞ്ഞത് തന്റെ സഹായി വാസുദേവനാണ്. പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ പരാതിപ്പെട്ടിട്ടില്ല. വാസുദേവൻ എനിക്ക് വേണ്ടി മെയിൽ അയച്ചു. ദേവസ്വം ബോർഡിന് അയച്ച മെയിലിന് മറുപടി കിട്ടിയില്ല. പീഠം കയ്യിലുള്ള കാര്യം ഉദ്യോഗസ്ഥരെ അറിയിച്ചത് വാസുദേവനാണ്. വാസുദേവനെ രക്ഷിക്കാനാണ് മറച്ചുവച്ചതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. അതേസമയം ദേവസ്വം ബോർഡുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ ഇടപാടുകൾക്ക് വീണ്ടും തെളിവ് പുറത്തു വന്നു. സന്നിധാനത്തേക്ക് മണി സമർപ്പിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു. സ്വർണവാതിൽ കൊണ്ടുപോയതുപോലെ രഥഘോഷയാത്ര നടത്തിയാണ് മണിയും സന്നിധാനത്തെത്തിച്ചത്. കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് 2017 ജൂൺ 18 രഥഘോഷയാത്ര പുറപ്പെട്ടത്. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് അന്നും ഇളമ്പള്ളിയിൽ ചടങ്ങ് നടന്നതെന്ന് ഇളമ്പള്ളി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PR ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞു. ശ്രീകോവിലിന് പുതിയ വാതിൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത് ദേവസ്വമാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തുന്നത് ഗൗരവത്തിലെടുക്കേണ്ട വസ്തുതയാണ്. നിലവിലുള്ള വാതിൽ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കാണിച്ചായിരുന്നു തന്നെ സമീപിച്ചതെന്നും 5 സുഹൃത്തുക്കൾ ചേർന്നാണ് അത് ഏറ്റെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരു സ്വദേശിയായ ഗോവർദ്ധനാണ് എല്ലാ ചെലവും ഏറ്റെടുത്തത്. മറ്റാരും അതിനായി സ്വർണമോ പണമോ ഉപയോഗിച്ചിട്ടില്ല. വാതിൽ പാളി നിർമ്മിച്ചതിന് ശേഷം ചെന്നൈയിൽ തന്നെ ഒരു ദിവസം പൂജ നടത്തിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയ ഉണ്ണികൃഷ്ണനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനായി നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തിരുവനന്തപുരത്തും ബംഗളൂരുവിലുമായി 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യം വന്നാൽ പിന്നീട് വിളിപ്പിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വിവാദം കടുത്ത സാഹചര്യത്തിൽ പല സത്യങ്ങളും താൻ വിളിച്ചു പറയുമെന്ന് വേണ്ടപ്പെട്ടവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചതായി സൂചനയുണ്ട്. ഇതോടെയാണ് ചോദ്യം ചെയ്യൽ വേണ്ടെന്ന് വെച്ചതെന്നാണ് സൂചന.